നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊക്കെ ബൈൻഡ് ചെയ്യാം. ഏകദേശം ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് 1 2 3 4 5 6 8 10 ബുക്കുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം കൂടെ ഒരുമിച്ചാണ്. പിന്നെ നിങ്ങൾ ബാക്കിൽ ചെറുതിക്കൊണ്ടോ ഈ പടങ്ങളൊക്കെ വരച്ചിട്ട് തിങ്കളാണ് കേട്ടോ. അതൊന്നും തോന്നല്. ഇതിൽ കുറച്ചൊക്കെ ഞാനെൻ്റെ പീസുടെ നോട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബൈൻഡ് ഇടാം. ബൈൻഡ് ഇടുന്നതിന് മുമ്പ് ഞാനെൻ്റെ കുറച്ച് നെക്സ്റ്റ് പറയട്ടെ ഗൈസ്. ഇപ്പം രാത്രിയാണ് കേട്ടോ. കാര്യം രാത്രിയാണല്ലോ എപ്പോഴും ബൈൻഡ് ഇടുന്നത്. പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ് ബ്രൗൺ പേപ്പർ വെച്ച് ബൈൻഡ് ഇടുന്നത്. നോട്ട് ബുക്കൊക്കെ കൂടുതലും കലണ്ടർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ വെച്ചായിരിക്കും. ഇപ്പോഴത്തെ പോലൊക്കെ എല്ലാം ബ്രൗൺ പേപ്പർ വെച്ചിട്ടാണല്ലോ ബൈൻഡ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ബൈൻഡ് ഇടാം. പിന്നെ വെട്ടത്തിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഗൈസ്. ദയവ് ചെയ്ത് നിങ്ങളതൊന്ന് ഇഗ്നോർ ചെയ്യണം. ഓക്കെ. ഇതാണ് ഇപ്പോഴത്തെ തിങ്കളുടെ മെയിൻ പരിപാടി. കുറേ പാവകളിങ്ങനെ നിരത്തിയിടുക, ഒരു കുട എടുക്കുക, അതിൽ പാവകളെല്ലാത്തിനും ഇട്ട് അവളും കിടക്കുക. അതൊക്കെ അവളെ മക്കളാണ്. പേരൊക്കെ ഉണ്ട്, ചിന്നു മീനു പൊന്നു അങ്ങനെയൊക്കെ. അപ്പോഴത്തേക്കും ഞാൻ ബൈൻഡ് ഇടാനുള്ള പേപ്പറൊക്കെ സെറ്റാക്കി വെച്ച് എല്ലാത്തിനും സെറ്റാക്കി. ഇനി നന്നായിട്ട് ബൈൻഡ് ചെയ്യണം. പക്ഷേ അപ്പോഴത്തേക്കും എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നു. വിശന്നാൽ ഞാനല്ലാതാകും ഗൈസ്. പിന്നെ ഞാനും ചോറ് കഴിച്ചു. തിങ്കളിലും ചോറ് കൊടുത്തു. ഇന്നത്തെ ചോറിൻ്റെ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ വിശക്കും. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ സാധാരണ ആൾക്കാർക്കൊക്കെ നല്ല എനർജിയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ്. നാളെ ബൈൻഡ് ഇടാമെന്ന് വിചാരിച്ചാൽ നാളെ ഞാൻ തന്നെ ബൈൻഡ് ഇടണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ബൈൻഡ് ഇടാമെന്ന് വെച്ചു. പക്ഷേ ഞാൻ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് ബൈൻഡ് ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ക്യാമറ ഓൺ ആണല്ലോ. പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ബൈൻഡ് ഇടാൻ നല്ല വൃത്തിക്ക് ബൈൻഡ് ഇടാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ട് ഞാൻ വളരെ നന്നായി ബൈൻഡ് ഇടുന്ന ഒരാളാണ്. പിന്നെ ഞാൻ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് എല്ലാ ബുക്കും ബൈൻഡ് ചെയ്തിട്ടു. നോട്ട് ബുക്കൊക്കെ ഞാൻ മുന്നേ ബൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കണം. സ്റ്റിക്കർ ഞാൻ ഓർഡർ കൊടുത്തേക്കുന്നുള്ളൂ. അപ്പോൾ ഓക്കെ ബൈ.